ഹായ് ഗൈസ്, ഞാനിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോമിലെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇൻകം ടാക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാനിവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തായാലും 2 മാർക്സിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സുകളാണ് ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ്, കാഷ്വൽ ഇൻകം, എസ് എസ് സി എന്താണ്, ഡീംഡ് എസ് എസ് സി, അസസ്മെൻറ്റ് ഇയർ, റിട്ടേൺ ഓഫ് ഇൻകം, സർചാർജ്, മാക്സിമം മാർജിനൽ റേറ്റ് (MMR), പേഴ്സൺ, അഗ്രികൾച്ചറൽ ഇൻകം, അക്സലറേറ്റഡ് അസസ്മെന്റ്, CBDT, ക്യാപിറ്റൽ അസറ്റ്. ഇത്രയും പോയിന്റ്സ് എന്തായാലും നിങ്ങൾ കുറച്ച് ഷോർട്ട് ഓൺ വേർഡ്സിലെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇതെന്തായാലും മസ്റ്റായിട്ടും നമുക്ക് 2 മാർക്സിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സുകളാണ്. മൊഡ്യൂൾ 2-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. അതിൻ്റെ തിയറി ആയിട്ടും നമുക്ക് 15 മാർക്ക് ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ പ്രോബ്ലവും തിയറിയും നിങ്ങൾ എന്തായാലും പഠിക്കുക. ഈസിയാണ്, അതൊന്ന് നോക്കിയിട്ട് പോവുക. അതേപോലെ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം, ആ ഒരു ടോപ്പിക്കും നമുക്ക് 15 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനൊരു 24 പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും പോയിന്റ്സ് എങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ ഞാനിവിടെ ഷോർട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതെങ്കിലും പഠിക്കുക. പിന്നെ ഡീംഡ് ഇൻകം ആൻഡ് എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് നിങ്ങളത് 2 മാർക്സിന് വേണ്ടിയിട്ട് പഠിക്കുക. അത് 2 മാർക്സിനാണ് വരിക. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 2-ൽ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും കവർ ചെയ്യണം. നെക്സ്റ്റ് മൊഡ്യൂൾ 3, ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി. ഇതെന്തായാലും നിങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റായിട്ടും വരും. നിങ്ങൾ ഒട്ടും ഇൻകം ടാക്സ് സബ്ജക്റ്റ് നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ ഇൻകം ഫ്രം ടാക്സിൻ്റെ പ്രോബ്ലം പഠിക്കുക. അതേപോലെ ഡെഫിനിഷൻ ഓഫ് സാലറി അതും നോക്കുക. ഈ മൊഡ്യൂളിൽ ഡെഫിനിഷൻ ഓഫ് സാലറി, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറീൻ്റെ ഒരു പ്രോബ്ലംസ് നോക്കുക. അതേപോലെ അലവൻസ്, പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്, ഞാനൊരു ഷോർട്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെൻറ്റ്, പെർക്വിസിസ്റ്റ്, വാല്യൂ ഓഫ് ഫർണിച്ചർ, ഹൗസ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്തായാലും കുറച്ച് ഷോർട്ട് നോട്ട് ആയിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. മൊഡ്യൂൾ 4, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് പ്രോബ്ലംസ് ആണ്. റീസണബിൾ റെൻ്റൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വന്നതാണ് എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒരു 5 മാർക്സിന് ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങൾ എന്തായാലും കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ പ്രോബ്ലം പഠിക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 5, ഇതിൽ കാൽക്കുലേഷൻ തന്നെയാണ് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. ഈ രണ്ടും പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതേപോലെ ഞാൻ പ്രോബ്ലംസിൻ്റെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഇവിടെ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളതെന്തായാലും വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.